ഇന്നല്ലെങ്കിൽ നാളെ ഈ മണ്ണിൽ നിന്നും തിരിച്ചു പോകേണ്ടവനാണ് ഞാനും നിങ്ങളും. ലോകം എത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വരുമാനമുണ്ടെങ്കിലും 1000 സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന മനസ്സാണ് നമുക്കുള്ളതെങ്കിലും അള്ളാഹു തീരുമാനിച്ച മരണത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന ഒരു കണ്ടുപിടുത്തങ്ങളും ഇന്ന് ലോകത്ത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്മളെക്കാൾ അധികാരമുള്ളവരും ഈ ലോകം അടക്കി വാണിരുന്ന പലരും ഇന്ന് മണ്ണിന്റെ അടിയിലാണെങ്കിൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും, മരണത്തിലേക്കുള്ള യാത്രയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം. ഒരു നിമിഷം പോലും ദീർഘിച്ചു കിട്ടുകയോ നേരത്തെയാക്കുകയോ ചെയ്യാത്ത ആ മരണത്തെ തൊട്ട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു മനുഷ്യൻ അല്ലാഹു തീരുമാനിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ, ഒരാൾക്ക് പോലും അല്ലാഹു തആല അത് നീട്ടിക്കൊടുക്കുകയില്ല. ആ മരണം തേടിയെത്തുന്നതിന്റെ മുൻപ് അള്ളാഹുവിന്റെ അടുത്തേക്കുള്ള മടക്കത്തിനു വേണ്ടി എന്തൊക്കെയാണ് നമ്മളെ കൈകളിലുള്ളത് എന്ന ചിന്തയിൽ നിന്നാണ് നമ്മളെ ജീവിതത്തിന്റെ അർത്ഥവും മൂല്യവും മരണാനന്തര ലോകത്തുള്ള നമ്മളെ ജീവിതത്തിന്റെ അവസ്ഥകളും തീരുമാനിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുണ്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ? ഈ കാണുന്ന ദുനിയാവിൽ 10ഉം 50ഉം 60ഉം 70ഉം കൊല്ലം പടച്ച റബ്ബ് ജീവിക്കാൻ അവകാശം തന്നിട്ടും 2ഉം 4ഉമുള്ള മക്കളെ പഠിപ്പിച്ച് ജോലിയാക്കിയതിന്റെയും 3000 സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ടാക്കിയതിന്റെയും മറ്റുള്ളവരെക്കാൾ മുൻഗാമികൾ അനുഭവിച്ചിരുന്ന ത്യാഗമില്ലാതെ വീടും വാഹനവുമായി ജീവിച്ചു തീർത്തു എന്ന ഉത്തരമല്ല റബ്ബിന് കേൾക്കേണ്ടത്. മറിച്ച് ജീവിതം കൊണ്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ച നമ്മളുടെ ഖബറ്, ആ ഖബറിലും പരലോകത്തും രക്ഷപ്പെടാൻ സാധിക്കുന്ന എന്തൊക്കെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മളെ വാട്സപ്പുകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ വ്യാപകമായൊരു വീഡിയോ ഉണ്ടായിരുന്നു. 4-5 പ്രവാസികൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു റൂമിൽ ഒരു പെട്ടി കൊണ്ടുവെക്കുകയാണ്. ആ പെട്ടി കണ്ടാലറിയാം ഒരു ഉമ്മാന്റെ സ്നേഹം, അത്രക്ക് സാധനം ആ പെട്ടിന്റെ ഉള്ളിലുണ്ട്. ആ പെട്ടി പൊളിക്കുന്ന കൂട്ടുകാർ ഓരോന്നെടുത്ത് പുറത്തേക്ക് വെച്ചു. ശർക്കരപ്പേരി, ചിപ്സ്, കാച്ചിയ എണ്ണ വരെ ആ പെട്ടിക്കുള്ളിലുണ്ട്. ഓരോന്നെടുത്ത് മാറ്റിവെക്കുമ്പോഴും ഒരു കൂട്ടുകാരൻ പോലും പിടിവലി കൂടുന്നില്ല. ഒരാൾ പോലും സന്തോഷത്തോടെ ആ സാധനം എടുക്കുന്നില്ല. പലരും കണ്ണ് നിറയുകയും ആ കണ്ണുനീർത്തുള്ളികൾ തുടയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏത് മകനാണോ ഉമ്മ അത് കൊടുത്തയച്ചത്, ആ മകൻ 2 ദിവസങ്ങൾക്ക് മുൻപ് ആ വിദേശ രാജ്യത്ത് വെച്ച് അപകടത്തിൽ മരിച്ചുപോയതാ. ആ മകൻ ആ പെട്ടി കണ്ടിട്ടില്ല. ആ മകന്റെ മരണത്തെ തൊട്ട് പിന്നീടാണ് ആ ഉമ്മ വിവരമറിയുന്നതും. പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകളും വീഡിയോകളും നമ്മൾ കാണുകയും കേൾക്കുകയും കുടുംബത്തിൽ അറിയുകയും ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഥവാ നമ്മളുടെ ഇളയ മകൾ 24 വയസ്സുകാരി, അവളുടെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചു പോകുമ്പോ, നാട്ടിലൊരു പെട്ടെന്നുള്ള മരണം നടക്കുമ്പോ നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പടച്ചോനെ എങ്ങനെയാ ആ പെണ്ണിനെ സഹിക്കാൻ പറ്റുക? ഈ വീഡിയോ കണ്ട പലരും അന്നും ഇന്നും ചോദിച്ചതും ആ ചോദ്യം തന്നെയാ, പടച്ചോനെ എങ്ങനെയാ ഉമ്മാക്ക് സഹിക്കാൻ പറ്റുക? പ്രിയപ്പെട്ടവരെ, ആ ഉമ്മാക്ക് വേറെയും മക്കളുണ്ട്. 2 ആൺമക്കളും 3 പെൺമക്കളും ഉമ്മാക്ക് വേറുണ്ട്. ഉമ്മാക്ക് സമാധാനം കൊടുക്കാൻ മക്കളും മരുമക്കളും ഉണ്ട്. കയറിക്കിടക്കാൻ വെയിലും മഴയും കൊള്ളാത്തൊരു വീടുണ്ട്. ഉമ്മാനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ ഉമ്മാന്റെ മരുമക്കളുണ്ട്. ഉമ്മാക്ക് ധൈര്യം കൊടുക്കാൻ ആ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിയുണ്ട്, അനിയത്തിയുണ്ട്, ആങ്ങളാരുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നത് ആരെയാണെന്നറിയോ? ആ മരിച്ച ചെറുപ്പക്കാരൻ, 22 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ അന്നു മുതൽ ഖബറിൽ ഒറ്റക്കാണ്. ആരാ അവനൊരു സമാധാനം കൊടുക്കാൻ? ആരാ അവനൊരു സന്തോഷത്തിന്റെ വർത്താനം കൊടുക്കാൻ? അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, ആ മരണം, ദുനിയാവിലൊരാൾക്കും നിങ്ങളെ സഹായിക്കാനാവാത്ത മരണം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എപ്പോഴെങ്കിലും നമ്മളെ മരണത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മൾ അങ്ങ് വീണുപോയാൽ തീരാവുന്നതേയുള്ളൂ നമ്മളുടെ പത്രാസ്.
പിന്നീട് നാട്ടുകാർ തോളിലെടുത്ത് വീട്ടിൽ കൊണ്ടുവെക്കും. മരിച്ചെന്നുറപ്പ് വരുത്തുമ്പോൾ ശരീരത്തിലുള്ള വസ്ത്രങ്ങളയക്കും. ഇന്ന് നേരം വെളുത്തപ്പം ഞാനും നിങ്ങൾക്കും ഒറ്റയ്ക്ക് ധരിച്ച ഈ വസ്ത്രം ഇതഴിക്കാൻ പോലും നമുക്ക് കെൽപ്പില്ലാത്തതാണ് മരണം. പിന്നീട് വീട്ടിന്റെ മുൻഭാഗത്ത് നമ്മളെ നീണ്ടു നിവർത്തിയിട്ട് കിടത്തും. ഏത് കട്ടിലിൽ? നമ്മൾ മോഹിച്ചു വാങ്ങിയ 5 അടിയുടെ തേക്കിന്റെ കട്ടിലിലല്ല, മറിച്ച് 2-3 അടിയുള്ള വാപ്പയും കാരണവന്മാരും ഉപയോഗിച്ച് വീട്ടിന്റെ വിറകുപുരയിലേക്കോ വീട്ടിന്റെ അടുക്കളയിലേക്കോ മാറ്റിവെച്ച ചെറിയൊരു കട്ടിലിൽ നമ്മളെ കിടത്തും. വസ്ത്രങ്ങളയച്ച് നമ്മളെ ശരീരത്തിന്റെ മുകളിലേക്ക് തുണികൾ വിരിക്കും. വിവരമറിഞ്ഞു വരുന്ന ആളുകൾക്ക് മുൻപിൽ നിശബ്ദനായി നമ്മൾ കിടക്കും. റൂഹിനെ പിടിക്കുമ്പം മറഞ്ഞുപോയ നമ്മളുടെ വെളുത്ത കണ്ണ് കാണുന്നവർക്ക് പേടിയാവാതിരിക്കാൻ കുടുംബക്കാർ അടച്ചു കളയും. തുറന്നു പോകുന്ന വാകളും വായുടെ കെട്ടലുകളും കാണുമ്പോ കാണുന്നവർക്കൊരു വെറുപ്പ് തോന്നാതിരിക്കാൻ തുണിക്കഷണം കൊണ്ട് താടിയെല്ലുകൾ കൂട്ടിക്കെട്ടും. തണുത്തുറഞ്ഞു പോകുന്ന കാലുകൾ പിന്നീട് കൂട്ടിപ്പിടിക്കാൻ കെട്ടാതായി പോകാതിരിക്കുമോ എന്ന ഭയം കാരണം ആദ്യമേ 2 തള്ളവിരലുകൾ കൂട്ടിപ്പിടിച്ചൊരു ശീലക്കഷണം കൊണ്ട് കെട്ടിയിടും. അവസാനം വിവരമറിഞ്ഞു വരുന്ന കുടുംബക്കാർക്ക് നടുവിൽ, സമ്പാദിച്ച സമ്പത്തുകൾക്ക് നടുവിൽ, നേടിയെടുത്ത ആ ജീവിതത്തിന്റെ അധികാരങ്ങൾക്ക് നടുവിൽ തന്റെ മുഖത്തേക്ക് നീക്കിയിട്ട 1 കിലോഗ്രാം പോലുമില്ലാത്തൊരു പുതപ്പ് അത് മാറ്റാനാവാതെ നമ്മൾ കിടക്കും. ആ കിടക്കുന്ന നമ്മളുടെ മുഖം കാണുന്നവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ കുടുംബക്കാരിലോ മക്കളിലോ പെട്ട ആരെങ്കിലും നമ്മളെ തലക്കും ഭാഗത്തിരിക്കണം. കാണുന്നവർ ഓരോരുത്തരും നമ്മളെ ഓർത്തുകൊണ്ട് മാറിയിരിക്കുമ്പോ അന്നുവരെ ഒറ്റക്ക് കുളിച്ച നമ്മളെ 6 അടി മറക്കുള്ളിലേക്ക് കൊണ്ടുപോകും. വാമ്പാന്റെ ഔറത്ത് കാണാത്ത മക്കൾ ആ ഔറത്ത് കാണും. ഇടത്തെ കൈയിൽ ശീല ചുറ്റി വാപ്പാന്റെ വയറമർത്തിയിട്ട് വിസർജ്യം കളയും. അവസാനം 3 വെള്ളത്തിൽ പൊതിഞ്ഞ് 3 വെള്ളയിൽ പൊതിഞ്ഞ് 6 കാലുള്ള കട്ടിലെടുത്ത് 6 അടി മണ്ണിലേക്ക് വെച്ച് പടച്ച റബ്ബിന്റെ മുൻപിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന മരണം, അവസാനത്തെ യാത്ര. ഏറ്റവും ഭംഗിയായിട്ട് നാട്ടുകാർ നമ്മൾക്ക് യാത്രയപ്പ് തരും. ആ യാത്രയപ്പ മനുഷ്യരെ തസ്ബീത്ത് ഖബറിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ നമ്മളും ചൊല്ലാറില്ലേ, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ. ഈ ഖബർ കിടക്കുന്നതിന്റെ വാപ്പയ, ഇന്നലെ വരെ തോളൊപ്പിച്ച് നമസ്കരിച്ചിരുന്ന എന്റെ കൂട്ടുകാരനാ, ഇന്നലെ വരെ എന്നോടൊപ്പം ചേർന്നിരുന്ന് നമസ്കരിച്ചവനാ, ഇന്നലെ വരെ സംസാരിച്ച് സലാം പറഞ്ഞ് പിരിഞ്ഞവനാ. അതുകൊണ്ട് സബ്ബിതുഹു ഇൻദ സുആൽ. ആ ഖബറിൽ നീ ഒരു ധൈര്യം കൊടുക്കണേ റബ്ബേ. സഹോദരങ്ങളെ, പണം കൊണ്ടും അധികാരം കൊണ്ടും തറവാട് കൊണ്ടും ദുനിയാവിലെ പവറുള്ളൂ. 6 അടി മണ്ണിലൊന്ന് റബ്ബിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കാൻ അള്ളാന്റെ തൗഫീക്ക് വേണം. ആ തൗഫീക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഖബറും പുറത്തുനിന്ന് തസ്ബീത്ത് ചൊല്ലുന്നു. സബ്ബിതുഹു ഇൻദ സുആൽ. നിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള ഒരു കഴിവ് കൊടുക്കണേ നാഥ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. റബ്ബേ, നിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാനുള്ള കഴിവ് കൊടുക്കണേ നാഥ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയുടെ ജനാസയുമായി ബഖീഉൽ അർഖദിലെത്തി. ഉംറക്ക് പോകുന്നവർക്കറിയാം, മദീന പള്ളിയോട് ചേർന്ന് കിടക്കുന്ന 100 കണക്കിന് ഖബറുകളുള്ള പറമ്പിനാണ് ബഖീഉൽ അർഖദ്, സ്വർഗങ്ങളുടെ പൂന്തോട്ടം എന്ന് പറയപ്പെടുന്നത്. ആ ഖബറിന്റെ അരികിലേക്ക് ചെന്ന് നോക്കുമ്പം ഖബറിന് വലുപ്പം പോരാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിന്റെ അരികിലേക്ക് മാറി നിന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ, നിങ്ങൾ ആ ഖബറൊന്ന് വലുതാക്കണം. 2 സഹാബാക്കൾ ആ ഖബറിലിറങ്ങി ഖബറിന്റെ 2 ഭാഗവും ഇടിച്ചു താഴ്ത്താൻ തുടങ്ങി. ആ ഖബറിന് വാരിയെടുത്ത മണ്ണ് റസൂലുള്ളാഹിന്റെ കാലിന്റെ ചുവട്ടിലേക്ക് കൂട്ടിവെച്ചു. ആ മണ്ണ് കണ്ട ഉടനെ റസൂലുള്ള കുനിഞ്ഞിരിക്കുകയും കയ്യിലുണ്ടായിരുന്നൊരു ചുള്ളിക്കമ്പ് കൊണ്ട് ആ ഖബറിൽ നിന്നും വാരിയെടുത്ത മണ്ണിലേക്ക് കുത്താൻ തുടങ്ങി. അത്ഭുതത്തോടെ സഹാബത്ത് നോക്കി നിന്നു. എന്തിനാ റസൂലുള്ള ചെയ്യുന്നത് എന്നറിയാൻ. പ്രവാചകൻ കുത്തുമ്പോൾ റസൂലുള്ളാഹിന്റെ കൈക്ക് വേഗത കൂടി. ആരെയോ ഭയപ്പെടുന്നത് പോലെ റസൂലുള്ളാഹിന്റെ കണ്ണു നിറഞ്ഞു. റസൂലുള്ളാഹിന്റെ മുഖം ചുവന്നു. പ്രവാചകന്റെ കണ്ണുനീരുകൾ താടിരോമങ്ങൾക്കുള്ളിലൂടെ ഖബറിലേക്ക് ഉറ്റാൻ തുടങ്ങി. തന്റെ കയ്യിലുള്ള ചുള്ളിക്കമ്പ് ആ മണ്ണിന്റെ ഉള്ളിലേക്ക് അവസാനത്തെ പടിയും താഴ്ന്നുപോയപ്പോ ഞെട്ടിയെഴുന്നേറ്റ് സഹാബത്തിനോട് കണ്ണുനീരോട് റസൂലുള്ള ഖബറിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇസ്തഗീദു ബില്ലാഹ് ഫീ അദാബിൽ ഖബർ. നിങ്ങൾ അല്ലാഹുവിന്റെ ഖബറിനെ ഭയപ്പെടണം. നിങ്ങൾക്ക് ആ ഖബർ കാത്തുവെച്ചതറിഞ്ഞാൽ നിങ്ങൾ കുറച്ചേ ചിരിക്കൂ.
ആയുസ് തീരുന്നതുവരെ നിങ്ങൾ കരയും. സഹാബത്തെ, ആ ഖബറിന്റെ ഉള്ളിലുള്ളതെങ്ങാനും അല്ല നിങ്ങളെ കാണിച്ചിരുന്നുവെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങളൊരാളെ ആ മറമാടാൻ വേണ്ടി ആഗ്രഹിക്കുകയില്ലായിരുന്നു. ആ ഖബറിലേക്കുള്ള യാത്രയിൽ, ആ ഖബറിലേക്ക് വെച്ച് നമുക്കുള്ള തസ്ബീത്ത് ചൊല്ലുന്നവർ തിരിച്ചു പോകുമ്പോ അവസാനത്തെ വ്യക്തിയും ഖബറും പുറത്തുനിന്ന് ആ ഖബറിനോട് സലാം പറഞ്ഞു പിരിയുന്നതോടെ പോകുന്നവന്റെ കാലടി ശബ്ദം അള്ള ഖബറാളിയെ ഏൽപ്പിക്കും. ആ സമയം മാത്രം അവസാനം പോകുന്നവന്റെ കാലടി ശബ്ദം ഖബറിലേക്ക് അള്ള കേൾപ്പിക്കും. ആ സമയത്താണ് ആകാശത്തു നിന്ന് റബ്ബിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്ന മലക്കുകൾ ഖബറാളിയെ തട്ടിവിളിക്കും. ഉണരുന്ന അവനെ ഖബറിന്റെ ഭിത്തിയിലേക്ക് ചാരിയിരുത്തും. എന്നിട്ട് റബ്ബിന്റെ ആദ്യത്തെ ചോദ്യം, മൻ റബ്ബുക, നിന്റെ രക്ഷിതാവാരാണ്, നിന്റെ റബ്ബാരാണ്? കേൾക്കുമ്പോൾ നമ്മളിൽ പലർക്കും തോന്നും റബ്ബി അല്ലാ, എന്റെ റബ്ബ് അള്ളയാണെന്ന് പറയാൻ വളരെ എളുപ്പമായിരിക്കും. പക്ഷേ റസൂലുള്ളാന്റെ സഹാബത്തിനോട് റസൂലുള്ള പഠിപ്പിച്ചു പറയാൻ കിട്ടൂല. അള്ളാഹുവിന്റെ മുൻപിൽ റബ്ബി അല്ലാ എന്ന് പറയണമെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചവനാവണം, റബ്ബിന് വേണ്ടി ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുത്തവനാകണം, റബ്ബിന് വേണ്ടി ദുനിയാവിനെ കണ്ടെത്തിയവനാകണം, റബ്ബിന് വേണ്ടി സ്നേഹിച്ചവനും വെറുത്തവനുമാകണം. എങ്കിലേ നിങ്ങൾക്ക് അള്ളാന്റെ ചോദ്യത്തിന് റബ്ബി അല്ലാ എന്ന് മറുപടി പറയാൻ കിട്ടൂ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ റബ്ബിൽ വിശ്വാസമുള്ളവൻ പലിശ വാങ്ങുന്നുണ്ട്, റബ്ബിൽ വിശ്വാസമുള്ളവൻ ലോൺ എടുക്കുന്നുണ്ട്, റബ്ബിൽ വിശ്വാസമുള്ളവൻ കുടുംബം മുറിക്കുന്നുണ്ട്, റബ്ബിൽ വിശ്വാസമുള്ളവൻ പരദൂഷണം പറയുന്നുണ്ട്, റബ്ബിൽ വിശ്വാസമുള്ളവൻ കുടുംബത്തിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ട്. സമ്പാദിക്കുന്ന സമ്പത്തുകളിലും പറയുന്ന വാക്കുകളിലും നന്മയും സ്നേഹവും പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ റബ്ബി അല്ലാ, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയാൻ സാധിക്കുകയില്ല. അതിനുള്ള അവസരം റബ്ബ് നൽകില്ല. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, റസൂലേ, ആർക്കൊക്കെയാ അത് പറയാൻ കിട്ടുക? റസൂലുള്ളാഹ് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, എന്റെ ബിലാലിന് പറ്റും. കാരണം ചുട്ടുവഴുത്ത മരുഭൂമിയിൽ മലർത്തിക്കിടത്തി നെഞ്ചത്ത് വലിയ പാറക്കല്ലുകൾ വെച്ച് ചാട്ടവാറുകൊണ്ട് തല്ലുകിട്ടുമ്പോ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് മാംസവും തൊലിയും വേർപെട്ടു പോയിരുന്നു. അടിക്കിട്ടുന്ന സെക്കൻഡിൽ അടിക്കുന്ന ശത്രുവിന്റെ മുഖത്ത് നോക്കി അന്ന് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു അക്ബർ, എനിക്കിന്റെ റബ്ബാണ് വലിയവൻ. ആ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന് പറയാൻ കിട്ടും, വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നതാ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ. ആ വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് മുകളിലേക്ക് എടുത്തപ്പോ ആഞ്ഞു വലിക്കുന്ന ശ്വാസത്തോടൊപ്പം മുക്കിപ്പിടിച്ച ശത്രുവിന്റെ മുഖത്ത് നോക്കി അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു അക്ബർ, എനിക്കിന്റെ റബ്ബാ വലുത്. മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് വസ്ത്രങ്ങളയച്ച് ഇരുമ്പ് കമ്പി ചുട്ടുപഴിപ്പിച്ച് ശരീരത്തിന്റെ ഗുഹ്യസ്ഥാനത്ത് കുത്തിക്കയറ്റിയപ്പോഴും സുമയ്യ എന്ന നമ്മളെ ഉമ്മ, ഇസ്ലാമിലെ ധീരവനിത പറഞ്ഞു, അല്ലാഹു അക്ബർ, എനിക്കെന്റെ റബ്ബാട് വലുത് എന്ന്. ഉഹുദിന്റെ രണാങ്കണത്തിൽ ശത്രുക്കളുടെ വെട്ടേറ്റ് വലത് കൈയറ്റപ്പോ ഇടത് കൈയിലേക്ക് പതാക പിടിക്കുകയും ഇടത് കൈക്കും വെട്ടുകിട്ടിയപ്പോ അറ്റുപോയ പതാക നെഞ്ചത്തേക്ക് അമർപ്പിച്ച് പിടിച്ച് മുൻപോട്ടോടിയപ്പോ കുന്തം കൊണ്ട് വയറ്റത്ത് കിട്ടി ശത്രുക്കളാൽ കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെടുകയും പല്ലുകൾ കുത്തിയടർത്തപ്പെടുകയും ഇടത്തെ കൈയും വലത്തെ കൈയും വെട്ടിമാറ്റപ്പെടുകയും വയറിന്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വലിച്ചിടുകയും ചെയ്ത മിസ്അബ് റളിയല്ലാഹു അൻഹുവിന് പറയാൻ കിട്ടും, റബ്ബി അല്ലാ, എന്റെ റബ്ബ് അല്ലയാൻ. കാരണം അവര് ജീവിച്ചത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്, അവര് സ്നേഹിച്ചത് റബ്ബിനെയാണ്. നമ്മളെ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടിയിട്ടെടുത്തൊരു തീരുമാനം എപ്പോഴാണ്? റബ്ബിന് വേണ്ടിയിട്ട് നമ്മൾ നടപ്പിലാക്കിയ ഒരു തീരുമാനം എന്താ? ഒരു ഭാഗത്ത് അള്ളാഹുവിൽ വിശ്വാസമുള്ളവര് എന്ന് പറയുമ്പം എല്ലാ ഹറാമും ചെയ്യുന്നുണ്ട്. എന്നിട്ടത് ചോദിക്കുമ്പം പറയുമ്പം ചില ആളുകൾ തിരിച്ചോദിക്കും, നിങ്ങൾ ലോണൊക്കെ ഹറാമാന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ പൈസ നിങ്ങൾ തരുമോ? എന്നാ 1 ലക്ഷം തരും ഉസ്താദേ. ഒരാൾ പൈസ തരാന്നുള്ള കണ്ടീഷനിലല്ല ഒരു തിന്മ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരാളോട് വ്യഭിചാരം തെറ്റാന്ന് പറയുമ്പം വ്യഭിചരിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തുതരാന്നുള്ള ഉദ്ദേശത്തിലല്ല പ്രസംഗിക്കുന്നത്. കാരണം നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോ അള്ളാഹ് അവരോട് ചോദിക്കും, ഇത് തെറ്റാന്നാരും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു? അന്നൊരാൾ പോലും മറ്റൊരുത്തന്റെ നേരെ ചൂണ്ടി പറയരുത്, ഞാക്കിത് തെറ്റാന്നൊരുത്തം പറഞ്ഞു തന്നിട്ടില്ല റബ്ബേൻ. അങ്ങനെ പറയാതിരിക്കാനാണ് ദഅവത്ത്, പ്രസംഗങ്ങള്, പ്രഭാഷണങ്ങള്, ക്ലാസുകള്. അല്ലാതെ പ്രസംഗിക്കുന്നവര് ലോൺ എടുക്കാത്തവർക്ക് ലോണ് തരാം, പൈസ തരാം എന്ന ഉദ്ദേശത്തിൽ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയാ മനുഷ്യർ ചോദിക്കുക, ആരാ ലോൺ എടുക്കാത്ത, ആരാ പലിശയിൽ ഇടപെടാത്ത, ആരാ അങ്ങനെ ഒരു രീതിയിൽ അല്ലാണ്ട് മുൻപോട്ട് പോകാത്ത, ആരാ പെണ്ണുങ്ങളെ പണ്ടം പണയം വെക്കാത്ത എന്ന് ചോദിച്ചുകൊണ്ട് ന്യായീകരിക്കുന്നവരെ, ഇത്തഖിൽ മഹാരിം, നിങ്ങൾ ഹറാമുകളെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ
നിങ്ങൾക്ക് അള്ളാന്റെ മുൻപിൽ റബ്ബി അള്ളാ എന്ന് പറയാൻ നാവ് പൊന്തില്ല. ഒരു ഭാഗത്ത് അള്ളാല് വിശ്വാസമുള്ളവർ ഇത് കാണിച്ചു കൂട്ടുമ്പോ മറുഭാഗത്ത് അള്ളാല് വിശ്വസിക്കേണ്ടതിന് പകരം അള്ളാഹ്ക്ക് പകരയുണ്ടാക്കാൻ, സമന്മാരെയുണ്ടാക്കാൻ ചിലർ ഓടിക്കൊണ്ടിരിക്കുന്നു. 1400 കൊല്ലങ്ങൾക്ക് മുൻപ് റസൂലുള്ള മക്കയിൽ വരുമ്പോൾ മക്കയിൽ അള്ളാല് വിശ്വാസമുണ്ട്. അള്ളാഹ് വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ മുശ്രിക്കീങ്ങളായ അബൂജഹൽ, അബൂ സുഫിയാൻ, അബൂലഹബ്, ഖുർആൻ ശപിച്ച അബൂലഹബിന് പോലും അള്ളാല് വിശ്വാസമുണ്ട്. കാരണം ബദർ യുദ്ധത്തിന് പോകുമ്പം കഅബാലയത്തിന്റെ കില്ല പിടിച്ച് അന്ന് അബൂജഹൽ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാ: അല്ലാഹുവേ, നീ സത്യത്തെ വിജയിപ്പിക്കണം. എന്നിട്ടും എന്തുകൊണ്ടാ പടച്ചറബ് മക്കയിലെ അവര് മുശ്രിക്കീങ്ങളാന്ന് പറയാനുള്ള കാരണം? ആ മക്കയിൽ ജീവിച്ചിരുന്ന നല്ലൊരു പുണ്യ മനുഷ്യനായിരുന്നു ലാത്ത. നമ്മൾക്കിടയിൽ മുഹിയുദ്ദീൻ, ജബ്ബാർ, അഹമ്മദ് എന്നൊക്കെ വിളിക്കുന്നത് പോലെയുള്ള ഒരു പേരാണ് ലാത്ത. ലാത്തയുടെ പ്രത്യേകത മക്കയിൽ ആര് വന്നാലും വെള്ളം കൊടുക്കും, ആര് വന്നാലും താമസ സൗകര്യം കൊടുക്കും. ആ ലാത്ത മരിച്ചപ്പം മക്കയിലെ ഖുറൈശ് ഗോത്രത്തിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ലാത്തയെപ്പോലെയുള്ള ഒരു പുണ്യപുരുഷനൊക്കെ മരിച്ച അങ്ങനെ മറക്കാൻ പാടില്ല. അതുകൊണ്ട് ലാത്തന്റെ കബർ ഒന്ന് കെട്ടിപ്പൊക്കണം. ലാത്തയുടെ കബർ അവർ ആളുടെ ഉപയോഗത്തിൽ കുമ്മായത്തിൽ കെട്ടിപ്പൊക്കി. 6 മാസങ്ങൾക്കപ്പുറം വീണ്ടും അവരൊരുമിച്ചുകൂടി. കബർ അങ്ങനെ കെട്ടിപ്പൊക്കിയതുകൊണ്ട് കാര്യമില്ല, എന്തെങ്കിലും കബറും പുറത്ത് കുറച്ച് ആഘോഷങ്ങൾ വേണം. പിന്നീട് അവർ നേർച്ച കൊടുക്കാൻ കൽപ്പിച്ചു. ഒന്നുമില്ലാത്തവനോട് ഈച്ചയെ പിടിച്ചിട്ട് ആ കല്ലുമ്മൽ അടിച്ചു കൊല്ലാൻ പറഞ്ഞു. ചിലർ പ്രാർത്ഥിക്കാൻ വേണ്ടി ലാത്തന്റെ അരികിലേക്ക് വന്നു. അവര് കൽപ്പന കൊടുത്തു, ലാത്തയോട് പ്രാർത്ഥിച്ചിട്ട് അള്ളാനോട് പറഞ്ഞാൽ എളുപ്പം കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ജനങ്ങളെ പഠിപ്പിച്ചു, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ആരും അള്ളാന്റെ അടുത്തേക്ക് നേരിട്ട് പോകരുത്. ലാത്തന്റെ കബറിങ്കൽ വന്ന് പൂജിച്ച്, ലാത്തനോട് പ്രാർത്ഥിച്ച്, ലാത്തക്ക് നേർച്ച കൊടുത്ത് നിങ്ങൾക്ക് അള്ളാന്റെ അടുത്തേക്ക് എത്താൻ പറ്റും. ലാത്തയുടെ ബിസിനസ് മുടങ്ങുന്നു എന്ന് തോന്നിയപ്പം, കുറയുന്നു എന്ന് തോന്നിയപ്പം അവർ ഉസ്സയുണ്ടാക്കി. ഉസ്സ എന്നാൽ ഒരു മരമാണ്. ആ മരത്തിന്റെ ചുവട്ടിൽ എപ്പോഴും തണലുണ്ടാകും. ജനങ്ങൾ എഴുതി, ഇത് അള്ളാന്റെ ഒരു ഔലിയയാണ്. ഉസ്സ എന്ന മരവും നമ്മളെ ദൈവമാണ്. മനാത്ത എന്ന കൽബിംബമുണ്ടാക്കി. കല്ലുകൊണ്ട് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ബിംബങ്ങൾ ഉണ്ടാക്കി കഅബാലയത്തിൽ കൊണ്ടുവച്ചു. അന്യദേശത്തുനിന്ന് കച്ചവടക്കാർ വരുമ്പം അവരെ കൂട്ടിക്കൊണ്ടുപോയി കഅബാലയത്തിന്റെ ഉള്ളിലുള്ള ബിംബങ്ങൾക്ക് നേർച്ച കൊടുത്ത് ആ പണം പിടുങ്ങുന്ന അന്നത്തെ കഅബാലയത്തിന്റെ നേതാവ് അബൂലഹബായിരുന്നു. അതുകൊണ്ടാ റസൂല് തൗഹീദ്, അള്ളാനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞപ്പം അബൂലഹബിന് മാത്രം പെട്ടെന്ന് ദേഷ്യം പിടിച്ചതും തബ്ബലക്ക, നശിക്കടോ മുഹമ്മദേ നീ എന്ന് തിരിച്ചു പറയാനുള്ള കാരണം. 40ാമത്തെ വയസ്സ് വരെ പ്രവാചകൻ അത് കണ്ടു വെറുത്തു മാറി നിന്നു. വഹി കിട്ടിയപ്പം ജനങ്ങളോട് പറഞ്ഞു, ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. ലാത്തന്റെ കബറിങ്ക പോകരുത്. ഉസ്സ എന്ന മരത്തിന്റെ അടുത്ത് പോയി ദ്വാരക്കരുത്. മനാത്ത എന്ന ബിംബത്തെ ആരാധിക്കരുത്. ലാത്തയുടെ കബർ മൂടാൻ പോകരുത്. അത് കേട്ടപ്പം അവര് പ്രതികരിച്ചത് റസൂലുള്ളാഹിനെ ദ്രോഹിച്ചുകൊണ്ട് 10 കൊല്ലം മൃഗീയമായ പീഡനം, അവസാനം കൊല്ലുമെന്നായപ്പോ അള്ളാന്റെ കൽപ്പന വന്നു, നബിയെ താങ്കൾ മദീനത്തേക്ക് നാടുവിട്ടോ. മദീനത്തേക്ക് നാടുവിട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വർഷങ്ങൾക്ക് ശേഷം മക്ക വിജയിച്ചടക്കി. മക്കം ഫതഹിന്റെ അന്ന് മക്കയിലേക്ക് തിരിച്ചു വന്നു. ആയിരക്കണക്കിന് സഹാബത്തിന്റെ കൂടെ മക്കയിൽ കാലുകുത്തിയ ഉടനെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതെന്താ? തന്റെ കയ്യിലുള്ള ഒരു മൺവെട്ടിയും കോടാലിയും വലതും ഇടന്നും നിൽക്കുന്ന സഹാബത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സഹാബത്തെ, ഒരാളുടെ നെരിയാണിക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന മുഴുവൻ കബറും അടിച്ചു നിരപ്പാക്കണം. ഒരു കബർ പോലും കുമ്മായമിട്ടത് വെറുതെ വിടാൻ പാടില്ല. എല്ലാം അടിച്ചു നിരപ്പാക്കി ആളുടെ നെരിയാണി വലുപ്പത്തിൽ വെച്ചേക്കണം. ഒരു കബറും നിങ്ങൾ വിട്ടേച്ചു പോകരുത്, ആരുടേതാണെങ്കിലും. പറഞ്ഞതുപോലെ സഹാബത്ത് ചെയ്തു. അതുകൊണ്ടാ ഇന്നും ഉംറക്ക് പോകുന്നവർക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളായ ഉഹുദിലെ, ബദറിലെ, ഖന്തക്കിലെ, ഖൈബറിലെ റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട സഹാബാക്കളുടെ കബറുകളിൽ ഒരു ചാണ് പോലും പൊന്തിച്ചിട്ടില്ല. റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് ആയിഷ ബീവി, ഖദീജ ബീവി, മൈമൂന ബീവി, ഇങ്ങനെ ഓരോരുത്തരുടെ കബറും ഒരു ചാണിലകം പൊന്തിച്ചിട്ടില്ല. പ്രവാചകന്റെ വലങ്കയും ഇടങ്കയുമായിരുന്ന ഖുലഫാഉർ റാഷിദീങ്ങൾ ഒരാളുടെ കബർ പോലും കെട്ടിപ്പൊക്കിയിട്ടില്ല. കാരണം അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു, നിങ്ങൾ ഒരിക്കലും കബറാളികളോട് പ്രാർത്ഥിക്കരുത്, കബറിന്റെ അടുത്ത് പോയി പൂജിക്കരുത്, കബറാളികളോട് ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല. ആ വിശ്വാസം നെഞ്ചിൽ കൊണ്ട് നടക്കേണ്ടതിന് പകരം 30 മുക്കോടി ദൈവങ്ങളെപ്പോലെ ഒരുപാട് ദൈവങ്ങളും ദൈവാവതാരങ്ങളും കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഉണ്ടായി. അജ്മീരും നാഗൂരും മുത്തുപേട്ടയും ഉള്ളാട് തങ്ങളും അമ്പറം ബീവിയും CM മക്കാമും ജനങ്ങളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ രണ്ടാമത്തെ വർത്തമാനം പറഞ്ഞു, നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടാ, ഔലിയാക്കളെ തള്ളിപ്പറയുന്നത് കൊണ്ടാ നിങ്ങൾക്ക് ഔലിയാക്കളെ കുരുത്തക്കേട് കിട്ടും.
എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വിശ്വാസം റബ്ബ് ചോദ്യം ചെയ്യപ്പെടുമ്പം തുറന്നു പറയാൻ പറ്റണം, റബ്ബി അല്ലാ, എന്റെ റബ്ബ് അല്ലാ മാത്രമായിരുന്നു. അതിനേക്കാളേറെ ഡിങ്കൻ കഥകളെ കൊണ്ടും ലുട്ടാപ്പി കഥകളെ കൊണ്ടും ഇസ്ലാമിന്റെ വിശ്വാസത്തെ വൃണക്കാൻ പരിഹസിക്കാൻ തുടങ്ങി. കേട്ടിട്ടില്ലേ നമ്മൾ ഓരോരുത്തരും? 2 അടി പാലത്തിലൂടെ 4 അടി ചക്രമുള്ള ജീപ്പ് പറത്തിക്കൊണ്ടുപോയ ഷെയ്ഖിന്റെ കറാമത്ത്, ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് ഇറങ്ങാൻ സ്ഥലമായപ്പം കൈ പുറത്തേക്കിട്ടപ്പോഴേക്കും ലാൻഡ് ചെയ്യിച്ച ഷെയ്ഖിന്റെ കറാമത്ത്, ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിക്ക് മുൻപിൽ 2 കൈകളും വിടർത്തി പിടിച്ചപ്പോഴേക്കും പറന്നു വന്ന ആ ഒരു തീവണ്ടി മുട്ടുകുത്തി സുജൂദ് ചെയ്തതുപോലെ ഷെയ്ഖിന്റെ കാലിന്റെ അടുത്ത് വന്ന് സ്റ്റോപ്പായി. പെട്രോൾ തീർന്ന കാറിൽ ഒരു ശവാമറ് നിറയെ ചൂടുവെള്ളം കൊണ്ടുവന്നൊഴിച്ച് 4 ദിവസം ഷെയ്ഖിനെ കുണ്ടച്ചോടി തിരിച്ച് പള്ളിമുറ്റത്തെത്തിയിട്ടും ശവാമറിൽ നിന്നും ഒഴിച്ച ചൂടുവെള്ളം പെട്രോളിന്റെ ടാങ്കിൽ അങ്ങനെ തന്നെ പതച്ചു കിടക്കുന്നു. ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരു സമൂഹമാക്കി മുസ്ലിം സമുദായത്തെ കെട്ടുകഥകളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. പക്ഷേ എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചൊരു ചരിത്രമുണ്ട്. ഒരാൾക്ക് അള്ള കറാമത്ത് കൊടുത്താൽ ആ കറാമത്ത് അപ്പ കിട്ടും അയാൾക്കറിയൂല. ഇനി കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അത് കിട്ടും എന്നല്ല ഉറപ്പ് കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ള കൊടുത്ത കറാമത്ത് അങ്ങനെയാ. അന്ന് മക്കയിൽ നിന്നും മദീനത്തേക്ക് നാടുവിടുമ്പം സൗർ ഗുഹയിൽ വെച്ച് അബൂബക്കർ റളിയല്ലാഹുവിന് പാമ്പിന്റെ വിഷമേറ്റു. വേദന കൊണ്ട് പൊളയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കണ്ടപ്പോൾ അള്ളാന്റെ കൽപ്പന വന്നു, നബിയെ, താങ്കളുടെ നാവിനടിയിൽ നിന്ന് ഉമിനീരെടുത്ത് സിദ്ദീഖുൽ അക്ബറിന്റെ വിഷം പുരണ്ട ഭാഗത്ത് തേക്കണം. തേച്ചു, വശം ഇറങ്ങിപ്പോയി. പിന്നീട് 100 കണക്കിന് വിഷം തീണ്ടലുകൾ മക്കയിലും മദീനയിലും ഉണ്ടായി. അള്ളാന്റെ റസൂല് തന്റെ ഉമിനീരൊരു കുപ്പിയിലാക്കി വിൽപ്പനക്ക് നടത്തിയിട്ടില്ല. ആ കുപ്പിയിലെ ഉമിനീര് കൊണ്ട് ബർക്കത്തെടുക്കാൻ ഒരു സഹാബത്തിനെയും ക്യൂ നിർത്തിച്ചിട്ടില്ല. ആ ഉമിനീര് കൊണ്ട് ഭൗതിക താല്പര്യങ്ങളും വിൽപ്പന നടത്താനും പ്രവാചകൻ ആഗ്രഹിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ വെള്ളമില്ലാത്തൊരു കാലത്ത് 1 കപ്പ് വെള്ളം കൊണ്ട് സഹാബത്ത് പറഞ്ഞു, റസൂലേ, 150 പരം സഹാബാക്കളുണ്ട്, ഞങ്ങൾക്ക് ഒതു എടുക്കണം, കുടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കപ്പിലെ വെള്ളം തന്റെ കയ്യിലേക്ക് ഒഴിച്ച് 150 സഹാബത്തിനെയും ഒതുടിപ്പിച്ചു. അവർക്ക് കുടിക്കാനും കൊടുത്തു. അവസാനം കപ്പ് മാറ്റിയപ്പം കപ്പിൽ വെള്ളം ഫുള്ളായി തന്നെ. വർഷങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷം മദീനയിൽ വീണ്ടും വരൾച്ച വന്നു. അന്ന് എന്തേ റസൂലുള്ള പറഞ്ഞത്? എന്റെ ആ കപ്പെടുത്തുണ്ട് ഒരു എന്റെ കറാമത്ത് ഞാൻ കാണിച്ചുതരാ എന്നല്ല, സഹാബത്തെ, നിങ്ങളുള്ളതിൽ ഏറ്റവും നിങ്ങൾക്ക് ക്ഷീണത്തിന്റെ അല്ലെങ്കിൽ വില കുറഞ്ഞ കുപ്പായം